നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു വാരഫലം. വാരഫലത്തിൽ നാം ചർച്ച ചെയ്യുന്നത് ഈ ആഴ്ച 1201 കുംഭമാസം 10-ാം തീയതി മുതൽ 16-ാം തീയതി വരെയുള്ള, അതായത് 2026 ഫെബ്രുവരി മാസം 22-ാം തീയതി മുതൽ 28-ാം തീയതി വരെയുള്ള ഒരു വാരക്കാലത്തെ ശുഭാശുഭ ഫലങ്ങൾ. നാം ചർച്ച ചെയ്യുന്ന ഈ വാരത്തിൽ ഗ്രഹസ്ഥിതി എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകർ ശ്രദ്ധിക്കുക. മേടൻ രാശിയിൽ ചന്ദ്രനാണ്. അശ്വതി നക്ഷത്രമാകുന്നു നാം ചർച്ച ചെയ്യുന്ന ദിനം. മേടൻ രാശിയിൽ ചന്ദ്രനാകുന്നു, മിഥുനത്തിൽ വ്യാഴം, ചിങ്ങൻ രാശിയിൽ കേതു, 10-ാം ഭാവത്തിൽ മകരത്തിൽ ഉച്ചസ്ഥനായ ചൊവ്വ, 11-ാം ഭാവത്തിൽ സൂര്യൻ, ശുക്രൻ, ബുധൻ, രാഹു, 12-ാം ഭാവത്തിൽ ശനി. ഇവിടെ ഓരോ രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത്. എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകർ, മേടം മുതൽ മീനൻ വരെയുള്ള 12 രാശിക്കാരുടെ ശുഭാശുഭ ഫലങ്ങൾ ശ്രദ്ധിക്കുക. മകംപൂരം ഉത്രം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹം. ഇവിടെ ചിങ്ങൻ രാശിയിൽ നിൽക്കുന്ന ഗ്രഹം കേതുവാണ്. 6-ാം ഭാവത്തിൽ ചൊവ്വ, 7-ാം ഭാവത്തിൽ സൂര്യൻ, ബുധൻ, ശുക്രൻ, അഷ്ടമത്തിൽ ശനി, 9-ാം ഭാവത്തിൽ ചന്ദ്രൻ, 11-ാം ഭാവത്തിൽ വ്യാഴം. ഇപ്പോഴാണ് ചിങ്ങൻ രാശിയെ സംബന്ധിച്ചോളം രാശ്യധിപനായ സൂര്യൻ കുംഭത്തിൽ നിന്നുകൊണ്ട് ഭാവത്തിലേക്ക് നോക്കുന്നു. ഏതൊരു ഗ്രഹവും ഭാവത്തിലേക്ക് നോക്കുന്നത് നല്ലതാണ്. ആ ഭാവത്തിന് വർധനവെ സൂചിപ്പിക്കുന്നു. ഇവിടെ അധോമുഖ രാശി ആരൂഢമാകിയാൽ വാഹന വിഷയത്തിലൊക്കെ ജാഗ്രത പാലിക്കുക. 9-ാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നത് വളരെ നല്ലതാണ്. ഭവത്യേവ ഭാഗ്യാധികോ യൗവനാദേഹേ ശരീരേ സുഖം ചന്ദ്രവത് സാഹസഞ്ച. ഒരു സൗഭാഗ്യങ്ങൾ പ്രദാനം ചെയ്യുന്നു 9-ാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ. വെളുത്ത വർഷത്തിലെ ചന്ദ്രനാണ്, ഉച്ചത്തിലേക്ക് പോകുന്ന ചന്ദ്രനാണ്. 11-ൽ വ്യാഴമുണ്ട്. ഈ സമയത്തൊക്കെ നന്നായി സന്താന വിഷയത്തിന് അനുകൂലമായ സമയമാണ്. സന്താന വിഷയത്തിലേക്ക് ശ്രമിക്കുന്നവർക്ക്, അല്ലെങ്കിൽ മക്കളുടെ ഹയർ സ്റ്റഡീസ്, ഉപരിപഠനം, അവരുടെ വിദേശയാത്ര, ഇതിന് ശ്രമിക്കുന്നവർക്ക് ബാങ്ക് ലോൺ നടക്കുക, അപ്രകാരം അവരുടെ വിഷയത്തിൽ തീരുമാനങ്ങൾ ഉണ്ടാവുക. മക്കളുടെ യാത്രക്ക് വളരെ അനുകൂലമായ സമയമാണ്. തനിക്കും വിദേശത്തൊക്കെ ജോലിക്ക് പോകാം. നല്ല ഓഫറുകൾക്ക് വിദേശത്തുള്ള സുഹൃത്ത് തരികയാണെങ്കിൽ നിർബന്ധമായും ഒരു ജോലിക്കൊക്കെ ശ്രമിക്കാം. വളരെ ബുദ്ധിമുട്ടുള്ള വിഷയത്തിനൊക്കെ മാറി നിന്ന് അനുകൂലമായ സ്ഥിതി സംജാതമാകുന്ന വാരമാണിത്. ഭാര്യയുമായി പിരിഞ്ഞിരിക്കുന്ന, ഭാര്യയുമായി ഡൈവേഴ്സ് ആകാൻ സാധ്യതയുള്ള വാരമാണിത്. അപ്രകാരം തന്നെ മറ്റൊരു വിവാഹം, മറ്റൊരു പ്രണയബന്ധം. 7-ൽ 3 ഗ്രഹങ്ങളാണ്. 1-ൽ കൂടുതൽ ഭാര്യമാർ വരിക, അല്ലെങ്കിൽ ഉള്ള ഭാര്യയിൽ നിന്നുള്ള മാനസിക പ്രയാസം കാരണം മറ്റൊരു സ്ത്രീ തൻ്റെ ലൈഫിലേക്ക് കയറി വരും. ചിങ്ങൻ രാശിക്കാർക്ക് അത്ര പെട്ടെന്ന് സ്ത്രീ വിഷയത്തിൽ പോയി ചാടുന്നവരല്ല. എങ്കിലും ഈ ഒരു വാരം ചില സൗഹൃദങ്ങൾ, സ്ത്രീ സൗഹൃദങ്ങൾ, അതിനടുത്ത് എനിക്ക് മാനസികമായ ഒരു സുഖം, സ്വസ്ഥത ലഭിക്കുന്ന സമയമാണെന്ന് അറിയുക. 6-ാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹം ചൊവ്വയാണ്. ഭൂമി ലാഭം ഉണ്ടാകും. പൂർവികമായ സ്വത്ത് ലഭിക്കാൻ വളരെ അനുകൂലമാണ്. രജിസ്ട്രേഷനുമായി ബന്ധപ്പെടുന്ന വിഷയത്തിലുള്ള തർക്കങ്ങൾ മാറി സഹോദരങ്ങളൊക്കെ എല്ലാവരും ഒത്തുകൂടുന്ന സമയമാണ്. എല്ലാവർക്കും കൂടി ഒരു തീരുമാനത്തിൽ, ടോട്ടൽ ഡിസിഷനിൽ എത്തിച്ചേരാം. അതിന് അനുകൂലമായ സമയമാണ്. അതിനാൽ ഭൂമി, പൂർവികമായ സ്വത്ത് വിഷയത്തിലൊക്കെ, ഡോക്യുമെൻറ്റേഷനുമായി ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ ഈ ഒരു വാരം വളരെ പോസിറ്റീവായ വൈബ്രേഷൻ പ്രദാനം ചെയ്യും ചിങ്ങൻ രാശിക്കാർക്ക്. ഇവിടെ നന്നായി ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി കടുംബായസം ചെയ്യുക. ഒരു മുട്ടറക്കൽ. എന്തിനാണ്? ഭൂമി സംബന്ധമായ പ്രയാസങ്ങൾ തീരാൻ ഭൂമി കൊണ്ടൊരു മുട്ടറക്കുക. ബാക്കിയെല്ലാം അനുകൂലമാണെന്നറിയുക. പുതിയ സന്താന വിഷയത്തിലേക്ക് നല്ലതാണ്. പ്രായമുള്ള മുത്തച്ഛനും മുത്തച്ഛിക്കും ചെറുമക്കളെ കാണേണ്ട മഹാദൈവാധീനമുള്ള വാരമാണിത്. അതിന് പുറമെ തന്നെ IVF പോലുള്ള ചികിത്സകൾ ശ്രദ്ധിക്കുന്നവർക്ക് ഈ ഒരു വാരം വളരെ അനുകൂലമാണെന്നറിയുക. നന്ദി, നമസ്തേ.